തലവൻ മൂവി കണ്ടതേ പുറത്തേക്ക് എത്തിയുള്ളൂ. തലവനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞേക്കാം. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ജിസ് ജോയുടെ സംവിധാനത്തിൽ വന്നേക്കാണ്. അപ്പോൾ നമ്മളെപ്പോഴും ജിസ് ജോയ് പടങ്ങളിലൊരു ഒരു നന്മ, പാസം ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാണ് മിക്ക പടങ്ങൾ മൂവി കാണാറ്. പക്ഷേ തലവനൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് വന്നേക്കണം. അതിനൊക്കെ മുമ്പ് അതിനകത്ത് കാസ്റ്റ് എന്ന് പറഞ്ഞേക്കാം. ഇപ്പോൾ ബിജു മേനോൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ ആസിഫ് അലി വരുന്നുണ്ട്. രണ്ടുപേരും പോലീസ് ഓഫീസേഴ്സായിട്ട് വന്നേക്കണം. ആസിഫ് അലി ആണെങ്കിൽ അത്രയ്ക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പോലീസ് ഓഫീസറല്ല. ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്ന് ട്രാൻസ്ഫറൊക്കെ മേടിച്ച് അവസാനം ബിജു മേനോൻ്റെ ആ ഒരു എന്താ പറയുക അണ്ടറിൽ വന്ന് കയറുകയാണ്. അപ്പോൾ അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളാണ് ഈ പടത്തിൻ്റെ മെയിൻ. ഇത് ചെപ്പനംതോട്ട എന്ന് പറഞ്ഞൊരു ചെറിയൊരു സ്ഥലത്ത് നടക്കുന്ന ഒരു മെയിൻ സംഭവമാണ്. അത് ഒരു നരേഷനോട് കൂടിയാണ് ഈ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ. അപ്പോൾ അവിടെ ബിജു മേനോൻ ചാർജിലിരിക്കുമ്പോൾ വരുന്ന ഒരു കേസ്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മുടെ ആസിഫ് അലിയും വരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരുടെ രണ്ടുപേരും ജയശങ്കറിനും അതേപോലെ തന്നെ ആസിഫ് അലി ചെയ്തേക്കുന്നത് കാർത്തിക് എന്നൊരു കഥാപാത്രം ഇതിനകത്ത് ലീഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പടം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മൂവി ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ വേണം നമുക്ക് അതിനെ ഒരു കോട്ട് ചെയ്യാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് രണ്ട് പോലീസുകാർ തമ്മിലുള്ള ആ ഒരു ഫ്രിക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാനത്തിൻ്റെ പേര്. ഇപ്പോൾ നമ്മൾ ഒരാൾ സീനിയറായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരാൾ ജൂനിയർ. പക്ഷേ ജൂനിയർ പറഞ്ഞ പല കാര്യങ്ങളും സീനിയർ എഗ്രി ചെയ്യാനുള്ള, സീനിയറിൻ്റെ പല കാര്യങ്ങളും ജൂനിയറിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ വരുന്ന കുറേ പ്രശ്നങ്ങൾ, അവർ തമ്മിലുള്ള സ്വരച്ചേർച്ചകൾ, ഈഗോ ക്ലാഷ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഈ പടം വന്നേക്കണം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേറൊരു വെർഷനായിട്ട് നമുക്ക് അയ്യപ്പനും കോശിയിലൊക്കെ നമ്മൾ കണ്ടേക്കുന്ന ഫ്രിക്ഷൻ ഉണ്ടല്ലോ രണ്ടുപേരും തമ്മിൽ. ആ ഒരു സംഭവം ഒരു സ്റ്റേഷനിലോ അല്ലെങ്കിൽ പോലീസ് അവരുടെ വർക്കിൽ എങ്ങനെ ഫ്രിക്ഷൻ എങ്ങനെ സംഭവിക്കുന്നു, അതാണ് ഈ പടത്തിൻ്റെ ബേസായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ദിലീഷ് പോട്ടം വരുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ശങ്കർ രാമകൃഷ്ണൻ, പിന്നെ അനുശ്രീ, മിയ, ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ പടത്തിൽ, ജാഫർ ഇടുക്കിയുണ്ട്, പിന്നെ നമ്മൾ കോട്ടയം നസീർ, ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ പടത്തിൽ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് ഗ്രിപ്പിംഗ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു ഫ്രിക്ഷൻ തന്നെയാണ്. അത് നമ്മളെ നല്ല ജസ്റ്റ് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ അടിയുമ്പോൾ മറ്റേ ആൾ അടിയും. അപ്പോൾ ആ ഒരു സംഭവമാണ് അങ്ങനെ അടിച്ചടിച്ചാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു കേസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ ഫ്രിക്ഷൻ കാരണം കേസിനകത്ത് എന്ത് സംഭവിക്കുന്നു, കേസ് തെളിയിക്കുമോ ഇല്ലയോ, ആരാണ് അതിനകത്ത് ലീഡ് വന്നേക്കണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ പടം മെയിനായിട്ട് പറഞ്ഞു പോയേക്കണം. അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ എൻ്റെ BGMs കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് ദീപക് ദേവാണ് ചെയ്തേക്കണം. നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. നല്ല സിങ്കിങ് കൂടി പോയി വച്ചിട്ടുണ്ട്. ഇപ്പോൾ ജിസ്റ്റുവിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ പടങ്ങളൊക്കെ എടുക്കുന്ന ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈ ഒരു പടത്തിനകത്ത്. ഇതിനകത്ത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു ത്രില്ലർ രീതിയിലാണ് പടം അവിടെ മുമ്പോട്ട് കൊണ്ടുപോയേക്കണം. അപ്പോൾ റീസെൻറ്റ് റിലീസസിൽ നമുക്ക് ധൈര്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് സന്തോഷത്തോടുകൂടി കണ്ട് ഇറങ്ങി വരാൻ പറ്റാവുന്ന ഒരു പടമാണ് ഈ ഒരു തലവൻ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ഇട്ടേക്കാം. ഇങ്ങനത്തെ റിവ്യൂസ് ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോൻ്റെ അല്ലെങ്കിൽ അടുത്ത പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണാം. ടാറ്റാ, താങ്ക് യു.